മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട രണ്ട് എഴുത്തുകാർ ശ്രീ PF മാത്യൂസും ശ്രീ VS അനിൽകുമാറും ഈ സെഷനിൽ നമുക്ക് വേണ്ടി വേദി പങ്കിടുകയാണ്. രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ചടങ്ങിൻ്റെ മോഡറേറ്ററായി ശ്രീ ശശിധരൻ മാഷയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിന് വേണ്ടി സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ടവരെ, കല, പ്രകൃതി, ജനാധിപത്യം എന്ന വിലാസത്തിൽ നടക്കുന്ന നമ്മുടെ ലിറ്ററേച്ചർ ക്ലബിൻ്റെ അവസാന സെഷനുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരുന്ന ചർച്ചകളെല്ലാം തന്നെ മനുഷ്യ ജീവിതവുമായി, മനുഷ്യനും സമൂഹവും തമ്മിലുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും തന്നെ നിസ്സാരമായി നമുക്ക് തള്ളാൻ കഴിയാത്ത രീതിയിൽ അത്രത്തോളം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സമീപ കാലങ്ങളിലുണ്ടായിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുന്ന മനുഷ്യാനുഭവങ്ങളായി അവ മാറി എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴിവിടെ അവതരിപ്പിക്കുന്ന വിഷയം കഥാരചനയുടെ പൊതുതന്ത്രങ്ങളാണ്. അപ്പോൾ പൊതുതന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പഴയ തന്ത്രത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയിൽ നിന്നാണ് പുതുരൂപങ്ങളെക്കുറിച്ചുള്ള ചർച്ച വരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ പഴയ രൂപങ്ങൾ, പുതിയ രൂപങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്നതാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാൻ വന്നിരിക്കുന്ന പ്രസിദ്ധ കഥാകൃത്തുക്കൾ. നിങ്ങൾക്കെല്ലാം വളരെ പരിചിതരായ VS അനിൽകുമാർ മാഷുണ്ട്, അതുപോലെ PF മാത്യൂസ് ഉണ്ട്. നമ്മുടെ കഥാവായനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു സെഷനായിട്ടത് മാറുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയം വരുന്നത് മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏതൊരു വിഷയത്തിലും നമ്മൾ ആദ്യം പറയുന്നൊരു പ്രസ്താവന എന്ന് മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്നാണ്. മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. പക്ഷെ മനുഷ്യനൊരു സമൂഹ ജീവി മാത്രമല്ല. നമ്മൾ സാഹിത്യത്തിൻ്റെ കലയുടെ മേഖലയിലേക്ക് കടക്കുമ്പോൾ മനുഷ്യനൊരു ലാംഗ്വേജ് അനിമൽ കൂടിയാണ്, ഒരു ഭാഷാജീവിയാണ്. കാരണം ഭാഷയില്ലെങ്കിൽ സമൂഹമില്ല, സമൂഹമില്ലേ മനുഷ്യനില്ല. അപ്പോൾ ഭാഷയിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് എന്നുള്ള മനുഷ്യൻ്റെ ബോധത്തെയും അബോധത്തെയും പ്രവൃത്തികളെയും ഓർമ്മകളെയും എല്ലാം തന്നെ ക്രോഡീകരിക്കുന്ന, സമാഹരിക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് ഭാഷ നിലനിൽക്കുന്നുണ്ട്. ഈ ഭാഷയുടെ വ്യത്യസ്തങ്ങളായ പ്രത്യക്ഷീകരണങ്ങളിൽ, അതിൻ്റെ സമൂഹതലത്തിലുള്ള അതിൻ്റെ ഒരു പ്രകാശനത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട രീതിയാണ് കലാപ്രവർത്തനം എന്ന് പറയുന്നത്. കഥയെഴുത്തായാലും നോവലെഴുത്തായാലും നാടകമായാലും കവിതയായാലും ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ മനുഷ്യൻ തൻ്റെ നിലനിൽപ്പിന് അർത്ഥം കൊടുക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ആ അർത്ഥത്തിൽ അത് മനുഷ്യ ജീവിതത്തിൻ്റെ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള, മനുഷ്യനും സമൂഹവും തമ്മിലുള്ള, അവനും അവൻ്റെ ജീവിതവും തമ്മിലുള്ള, ഉണ്മയും ഇല്ലായ്മയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും യഥാർത്ഥ പ്രശ്നവൽക്കരിക്കുന്ന ഒന്നായിട്ടത് മാറുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇന്നിവിടെ എത്തിയിരിക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാർ, യഥാർത്ഥത്തിൽ അനിൽകുമാർ മാഷൊക്കെ നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു ആ പീരീഡിൽ. പിന്നെ അനിൽകുമാർ മാഷ് കുറച്ചൊക്കെ ഒന്ന് ലേഖനങ്ങളിലും അതിലേക്കൊക്കെ ഒന്ന് കടന്നുപോയി. മാത്യൂസ് ആണെങ്കിൽ ഇപ്പോഴും നല്ല ഇവിടെ തന്നെ ഒരുപാട് പുസ്തകങ്ങളുടെ അദ്ദേഹത്തിൻ്റെ മൂങ്ങ എന്ന് പറയുന്ന ഒരു പുതിയ കഥാസമാഹാരം ഇവിടെ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ ചുറ്റുമുള്ള ലോകത്തോട് ഇടപെടുന്നത്, സംവദിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആദ്യമായിട്ട് അനിൽകുമാർ മാഷോടാണ് ചോദിക്കുന്നത്. ഞാൻ തുടങ്ങി വെച്ച ആ ചോദ്യം തന്നെയാണ്. ഈ പുതുരൂപങ്ങൾ, കഥാകഥനത്തിൻ്റെ അല്ലെങ്കിൽ കഥയെഴുത്തിൻ്റെ പുതുരൂപങ്ങൾ എന്നുള്ള ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആ പഴയ രൂപത്തെ സംബന്ധിച്ച്, അഥവാ പഴയ രൂപവും പുതിയ രൂപവും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് എന്ത് വ്യത്യാസമാണ് കഥയെഴുത്തിൽ പ്രകടമാവുന്നത്? ഒരു കഥാകൃത്ത് എന്നുള്ള നിലയിൽ, മനുഷ്യ സ്നേഹത്തിൻ്റെ കഥാകൃത്ത് എന്നുള്ള നിലയിൽ അനിൽകുമാർ മാഷ് അത് നിങ്ങളോട് വിശദീകരിക്കും. പ്രിയരെ, കഥയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് വടകരയെക്കുറിച്ച് എനിക്ക് ചിലത് പറയണം. വടകരയിലേക്ക് വീണ്ടും വരാൻ എനിക്കൊരവസരം ഉണ്ടാക്കിയ കടത്തനാടൻ സാഹിത്യോത്സവത്തിന് എൻ്റെ സ്നേഹവും നന്ദിയൊക്കെ ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ 3 വർഷം പബ്ലിക് ലൈബ്രറിയുടെ അടുത്തുള്ള മനീഷ എന്നുള്ള കോളേജിൽ
ഞാൻ അധ്യാപകനായിരുന്നു. വളരെ വളരെ മധുരവും സൗമ്യവും ദീപ്തവുമായ ഓർമ്മകളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഞാൻ കുറേ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞാൽ വന്ന് കണ്ടാൽ എനിക്ക് വലിയ സന്തോഷമുണ്ടാകും. രാവിലെ മനീഷയിലും വൈകുന്നേരം തലശ്ശേരിയിലെ മഹാത്മാ കോളേജിലുമാണ് ഞാൻ ജോലി ചെയ്തിരുന്ന കാലം. അങ്ങനെ ഒരു ദിവസം ഞാൻ എടോടിമുക്കിലൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ എടോടിമുക്കിൽ വെച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട വാർത്ത ഒരു ട്രാൻസിസ്റ്ററിൽ കേൾക്കുന്നത്. ഒരു അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീടികയിലുള്ള ട്രാൻസിസ്റ്ററിൽ കേൾക്കുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഓർമ്മ എന്ന് പറയും. ഒന്ന് അടുത്ത് തന്നെ ഒരു കോളേജിൽ BR സുധീഷ് ഉണ്ടായിരുന്നു. മനീഷയിൽ TP രാജീവൻ ഇപ്പോൾ നമ്മുടെ കൂടെയില്ല. TP രാജീവൻ ഉണ്ടായിരുന്നു. P ഹരീന്ദ്രനാഥ് ഉണ്ടായിരുന്നു. അതിലുപരിയായി ഒരുപാട് സ്നേഹം തന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അത്തരമൊരു സ്ഥലത്തേക്ക് വരാൻ സാധ്യമായത് വലിയ സന്തോഷമുണ്ടാക്കുന്നുണ്ട്. മനീഷ ഒരു പാരലൽ കോളേജായിരുന്നു, സമാന്തര കലാലയമായിരുന്നു. ആ കാലത്ത് സമാന്തരമായ പലതുണ്ടായിരുന്നു. സമാന്തര പ്രസിദ്ധീകരണങ്ങൾ, മാസികകൾ, സമാന്തര പുസ്തക പ്രസാധനങ്ങൾ, അങ്ങനെ മുഖ്യധാര എന്ന് വിളിക്കുന്ന ഒരു ഇല്ലാത്ത വ്യവഹാരത്തിന് പകരമായി സമാന്തരമായ ജീവിതങ്ങൾ സാധ്യമാണോ എന്നുള്ള അന്വേഷണം 70കളിലൊക്കെ വളരെ സജീവമായിരുന്നു, 80കളിലൊക്കെ വളരെ സജീവമായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തുള്ള ചില മാറ്റങ്ങൾ കൊണ്ട്, ചില നയമാറ്റങ്ങൾ കൊണ്ട് സമാന്തര കലാലയങ്ങൾ ഇല്ലാതായി. സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് വിളിക്കുന്നൊരു വല്ലാത്ത സ്ഥാപനങ്ങൾ എമ്പാടും വന്നതുകൊണ്ട് സമാന്തര കലാലയങ്ങളിൽ ചെറിയ ഫീസ് കൊടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സൗഭാഗ്യമുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ സമാന്തര മാസിക പ്രസാധനങ്ങൾ, അതിൻ്റെ ഊർജങ്ങൾ മുഴുവൻ, അതിൻ്റെ വ്യതിരിക്തതകൾ മുഴുവനും മുഖ്യധാര എന്ന് വിളിക്കുന്ന മാസികകൾ, വാരികകൾ ഏറ്റെടുത്തു, ഹൈജാക്ക് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ സമാന്തര പ്രസാധനവും അങ്ങനെയാണ്. സമാന്തര പ്രസാധനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, PF മാത്യൂസിന് പരിചയമുണ്ടോ എന്നറിയില്ല, എനിക്ക് നല്ലോണം പരിചയമുണ്ട്. സമാന്തര പ്രസാധനം ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. വലിയ പ്രസാധകർ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിലും എഴുത്തുകാരിക്കൊരു സാമ്പത്തികമായൊരു ഗുണവുമില്ലാത്ത ഏർപ്പാടുകളാണ് ഈ സമാന്തര പുസ്തക പ്രസാധനങ്ങൾ. അപ്പം നമ്മുടെ കഥയിലേക്ക് വന്നിട്ടുള്ള പുതിയ പ്രവണതകളെക്കുറിച്ച് പറയാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഒന്ന് രണ്ട് കഥകൾ വെച്ചിട്ട് എനിക്ക് തോന്നുന്ന പോലെ പറയാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ രൂപപരമായ മാറ്റം എന്നതിലുപരി അതിൻ്റെ ഉള്ളടക്കത്തിലുള്ള മാറ്റമാണ് എന്നെപ്പോലൊരു വായനക്കാരന് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. കാരണം കഥയെ സംബന്ധിച്ചായാലും കലയെ സംബന്ധിച്ചിടത്തായാലും ഏറ്റവും പഴയൊരു ചോദ്യം, ആ രീതിയിൽ ഞാൻ വളരെ പഴഞ്ചനാണ്. ഏറ്റവും പഴയൊരു ചോദ്യം, നിങ്ങൾ ആരുടെ പക്ഷത്ത്, എഴുത്തുകാരാ നിങ്ങൾ ആരുടെ പക്ഷത്ത് എന്നുള്ളൊരു ചോദ്യം, അതിന്
ഓരോ എഴുത്തുകാരനും എഴുത്തുകാരിയും ഉത്തരം പറഞ്ഞേ മതിയാവൂ എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് കഥ വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിൽ ഇങ്ങനെയുള്ള കണ്ടന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട്. അത്തരം കണ്ടന്റുള്ള, അത്തരം ഉള്ളടക്കമുള്ള കഥകൾ എന്നെ ഇഷ്ടപ്പെടുത്താറുണ്ട്. എനിക്കത് സ്വീകാര്യമായി തോന്നാറുണ്ട്. എനിക്ക് സ്വീകാര്യമാവുന്നത് കഥാചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല, പക്ഷെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അടുത്ത കാലത്താണ്, രണ്ട് കൊല്ലമായും തോന്നുന്നു, അടുത്ത കാലത്താണ് പി ജിംഷാർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ, ചെറുപ്പക്കാരൻ്റെ സ്ലോലി എന്നൊരു കഥ വന്നത്. പി ജിംഷാർ സ്ലോലി എന്നൊരു കഥ വന്നത്. ആ കഥ വാസ്തവത്തിൽ എന്നെ ഞെട്ടിക്കുകയുണ്ടായി. വളരെ ധീരമായി കഥ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ കഥയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. പതുക്കെയാണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവണം എന്നോ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നോ ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ മനസ്സ് അതിൽ വല്ലാതെ വിങ്ങി നിൽക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നി. കാരണം 2030 കഥയിൽ അങ്ങനെ വളരെ തുറന്ന് തന്നെ പറയുന്നുണ്ട്. 2030 2024 സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എഴുത്തുകാരനായ ജിംഷാർ 2030 മോദിയുടെ ഭരണം അവസാനിച്ച് ജനാധിപത്യം പുലരുന്നൊരു നാളുണ്ടാവും, ഒരു കാലമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന രീതിയിൽ ആ കഥയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേവലമായ പ്രസ്താവനകൾ കൊണ്ടോ ഒന്നുമല്ല അയാൾ പറയുന്നത്. രണ്ടുപേർ പ്രണയിക്കുന്നത് സാധാരണ നമ്മുടെ ബഷീറിന്റെ പ്രണയകാലത്തെ പോലെ ഒരു മതിലിന് അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ടല്ല. അവർ ആധുനികമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയിട്ടാണ് പ്രണയിക്കുന്നത്. സ്ലോലി എന്ന് പറയുന്നത് ഒരു കത്തെഴുത്ത് ആപ്പാണ്. പതുക്കെ എന്നർത്ഥമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പതുക്കെയാണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് കഥാകൃത്ത് വിശ്വസിക്കുന്നു എന്നുള്ളത്. അപ്പം ഈ സ്ലോലി എന്നുള്ള കത്തെഴുത്ത് ആപ്പിലൂടെ ഒരു വ്യാജ ID ഉണ്ടാക്കി ഹേമന്ത് എന്ന ഫോട്ടോഗ്രാഫർ, അയാൾ സിദ്ദിഖാപ്പന് ചില കഥാപാത്രങ്ങൾ ചരിത്രത്തിലുള്ള കഥാപാത്രങ്ങളാണ്. ഇനി ഹേമന്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല, അയാൾ ഒരു കഥാപാത്രമാണ്. സിദ്ദിഖാപ്പന് എന്തൊക്കെയോ വിവരം കൊടുത്തു എന്നതിൻ്റെ പേരിൽ 8 വർഷം ജയിലിൽ കിടന്ന ആളാണ്. അങ്ങനെയുള്ള ഹേമന്ത് എന്ന ഫോട്ടോഗ്രാഫർ, പുലിറ്റ്സർ സമ്മാനം വാങ്ങണമെന്ന് വിചാരിക്കുന്ന ഫോട്ടോഗ്രാഫർ, അയാളത് വാങ്ങിയെടുക്കുകയും ചെയ്തു. പാകിസ്ഥാനിലുള്ള അരൂജ എന്ന ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ പ്രണയിക്കുന്ന കഥയാണ്. അവർ ഈ കത്തെഴുത്ത് ആപ്പിലൂടെയാണ്, അവർക്ക് നേരിട്ട് കാണാൻ കഴിയില്ല, കത്തെഴുത്ത് ആപ്പിലൂടെയാണ് അവർ പ്രണയിക്കുന്നത്. അവർ പിന്നീട് ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരുമിച്ച് ഒരു സിനിമ കാണുന്നുണ്ട്. പിന്നീട് ഏതോ ഒരു ഘട്ടത്തിൽ അരൂജ താൻ കണ്ട സിനിമയെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. എന്തോ ഒരു സിനിമയാണല്ലോ അത്, മലയാളം സിനിമയാണല്ലോ എന്നോർക്കുന്നു. ആ മലയാളം സിനിമ മതിലുകളാണ്. അപ്പോൾ ആ കഥയുടെ അന്തരീക്ഷത്തിന്, കഥയുടെ ഉള്ളടക്കത്തിന് ഏറ്റവും ചേർന്ന ഒരു സിനിമയാണ് മതിലുകൾ. ഒരു മതിലിന് അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് ഇവിടെ മതിലുകളില്ലാതാവുന്ന ഒരു ലോകത്തെക്കുറിച്ച് എഴുത്തുകാരനുള്ള ആഗ്രഹം, പ്രണയത്തിൻ്റെ പുതിയ രീതികളെക്കുറിച്ച് എഴുത്തുകാരൻ്റെ സങ്കല്പം, സർവമർദ്ദകമായ ഒരു ഭരണകൂടം ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ സർവമർദ്ദകമായൊരു ഭരണകൂടം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള എഴുത്തുകാരൻ്റെ സ്വപ്നം, ഇത്തരം 3 കാര്യങ്ങളും കൂടി ചേർന്നിട്ട് അങ്ങനൊരു കഥ, പി ജിംഷാറിൻ്റെ സ്ലോലി എന്നുള്ള കഥയുണ്ടാവുന്നു. ഇത്തരം കഥകളാണ് വാസ്തവത്തിൽ എഴുത്തുകാരൻ ആരുടെ ചേരിയിൽ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് നൽകാൻ പറ്റുന്നത്. മറ്റു രീതിയിലുള്ള കഥകളുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ അത്
വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അത് വിദ്വേഷം ഉണ്ടാക്കുന്നതോ ആവുന്നുള്ളതാണ്. ചില കഥകൾ വായിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടി ഈ കഥ എഴുതി എന്നുള്ള ചോദ്യം. കഥയിലെ ഭാഷയൊക്കെ നല്ലതായിരിക്കും, വളരെ പുതിയ ഭാഷയായിരിക്കും, അത് വളരെ സാന്ദ്രമായ ഭാഷയായിരിക്കും. പക്ഷെ എന്തിനു വേണ്ടി ഈ കഥ എഴുതി എന്നുള്ളൊരു സംശയം ബാക്കി നിൽക്കുന്ന രീതിയിൽ കഥകൾ അവസാനിപ്പിക്കുന്ന രീതി മലയാളത്തിലുണ്ട്. അതല്ലാത്ത കഥകളുണ്ട്. മറ്റൊരു കഥ, അതിനെക്കുറിച്ച് ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാണ്. അനിൽകുമാർ സാറോട് പറഞ്ഞിരിക്കുന്ന കാര്യം, പഴയ കഥകളിൽ പലതും ഒളിച്ചു കടത്തലുകളായിരുന്നെങ്കിൽ വളരെ സ്പഷ്ടമായും പ്രകടമായും തന്നെ നമ്മുടെ പുതിയ കഥകൾ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന PF മാത്യൂസ്, B മുരളി, ഇന്ദുഗോപൻ, അതുപോലെ നമ്മുടെ ഈ സന്തോഷ് കുമാർ, ഇവരുടെയൊക്കെ കഥകളിൽ നമ്മൾ കാണുന്ന ഒരു ഭയലേശമില്ലാതെയുള്ള ഒരു പ്രത്യക്ഷപ്പെടൽ പുതിയ കഥകളുടെ ഒരു പരിസരം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ ചോദിക്കാനുള്ള, മാത്യു സാറിനോട് ചോദിക്കാനുള്ള കാര്യം, 1960-കളാകുമ്പോഴേക്ക് മലയാളത്തിൽ അസ്തിത്വവാദമൊക്കെ നോവലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ ഏത് വിഷയത്തോടും ഉടൻ പ്രതികരിക്കുന്ന മലയാളി നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അധികം ഭീഷണി നേരിടുന്ന, അതാണ് അസ്തിത്വത്തെ സംബന്ധിച്ച വ്യഥയെങ്കിൽ അസ്തിത്വവാദം ഇക്കാലത്തല്ലേ പ്രസക്തമായിട്ട് അവതരിപ്പിക്കപ്പെടേണ്ടത്, പ്രത്യേകിച്ച് മലയാളിയുടേതായ ഒരു പ്രശ്ന പരിസരത്ത്? മാത്യു സാറിന് തോന്നുന്നു? ഈ സാഹിത്യ സമ്മേളനത്തിന് ക്ഷണിച്ചതിന് ആദ്യമേ നന്ദി പറയട്ടെ. 70കളിലും 80കളിലേക്ക് പടർന്ന് നിലച്ചു പോയ അസ്തിത്വവാദ പ്രസ്ഥാനം അതൊരു തട്ടിപ്പായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലായത്. ഫ്രഞ്ച് എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ പകർപ്പെഴുത്താണ് ഇവിടെ നടന്നത്. ഈ മണ്ണിൽ നിന്ന് മുളച്ചു വന്ന ഒരു കലാസൃഷ്ടി ആയിരുന്നില്ല. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിലനിൽപ്പിനെ സംബന്ധിച്ച ദാർശനിക സമസ്യകളൊന്നും ചർച്ച ചെയ്തിരുന്നില്ല. വാക്കുകൾ കൊണ്ടുള്ള ചില പ്രയോഗങ്ങൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ കഥയിലേക്ക് വരാം. അനിൽകുമാറിനോട് ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം കഥ ഉള്ളടക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ആഘോഷിക്കപ്പെടുന്ന വില കുറഞ്ഞ പല കൃതികളും ഗംഭീരമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്താണ് കഥ? നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് മാധ്യമം വേണ്ടി വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മാധ്യമം നമുക്ക് വേണ്ടി വരുന്നത് ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴാണ്. അതൊരു മാധ്യമത്തിലൂടെ നമുക്ക് അവതരിപ്പിക്കേണ്ടി വരും. അതിനാണ് കഥയുള്ളത്, നോവലുള്ളത്, കവിതയുള്ളത്. എന്നാൽ അതൊരു വിനിമയോപാധി മാത്രവുമല്ല, അതിനപ്പുറമാണ്. ഒരു അനുഭൂതി പകരാനുള്ള ഒരു വാഹനമായിട്ട് വേണമെങ്കിൽ അതിനെ കാണാം. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളടക്കത്തെക്കാൾ ഉപരി നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ളടക്കമാണ് പറയുന്നത്, പത്രവാർത്ത എഴുതുമ്പോൾ ഉള്ളടക്കമാണ് പറയുന്നത്, മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ കണ്ടന്റുകൾ ഉള്ളടക്കമാണ് തരുന്നത്. ഉള്ളടക്കം കൊണ്ട് മനുഷ്യൻ ആകെ നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാലമാണത്. ഞാൻ ആലോചിക്കുകയാണ്, പണ്ട് നമ്മുടെ സാഹിത്യം വായിക്കുന്ന ആളുകൾക്ക് ക്ലീഷേ കണ്ടു കഴിഞ്ഞാൽ അവർ നെറ്റി ചുളിക്കുമായിരുന്നു. അയ്യേ എന്ന് പറഞ്ഞില്ലെങ്കിലും അവൻ്റെ നെറ്റിയിൽ അത് കാണുമായിരുന്നു. പിന്നീട് പത്രപ്രവർത്തകർ കഥകൾ എഴുതാൻ തുടങ്ങി. പത്രത്തിൽ കഥകളാണ്. പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്നോട് ഞാനൊരു പത്രമാഫീസിൽ ചേരാൻ ചെന്നപ്പോൾ 80കളുടെ തുടക്കത്തിലാണ് എൻ്റെ ന്യൂസ് എഡിറ്റർ എന്നോട് പറഞ്ഞു, അതെ പഴയ പരിപാടിയൊന്നും പറ്റില്ല, ഇയാൾ കഥ എഴുത്തുകാരനല്ലേ, ഓരോ വാർത്തയും കഥ പോലെ എഴുതണം. ആ കഥയ്ക്ക് ഗംഭീരമായ പദക്കസർത്തുകളോ സാഹിത്യമോ ഒന്നും വേണ്ട, ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യനെ കണ്ടുകൊണ്ട് വേണം എഴുതാൻ, എല്ലാവർക്കും മനസ്സിലാവണം. എന്ന് വെച്ചാൽ നമ്മളിവിടെ നടത്തുന്നത് ഒരു വമ്പിച്ച
കച്ചവടമാണ്, ബിസിനസ്സാണ്. പെട്ടിയിൽ കാശ് വീഴണമെങ്കിൽ എല്ലാവരും പത്രം കാശ് കൊടുത്ത് വാങ്ങണം. ബൗദ്ധികമായ യാതൊന്നും അതിൽ പാടില്ല. വൈകാരികത ഇങ്ങനെ കിനിഞ്ഞ് നിൽക്കണം. കണ്ടന്റുകൾ വേണം. കുറെ കഴിഞ്ഞപ്പോൾ ഈ എഴുത്ത് നമ്മുടെ കഥാസാഹിത്യത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. കാരണം ആളുകളെ പിടിക്കാൻ ഇതൊരു നല്ലൊരു ഉപാധിയാണെന്ന് എഴുത്തുകാർ കണ്ടുപിടിച്ചു. ഇത് അപകടം അവിടെ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ദൃശ്യമാധ്യമം, ടെലിവിഷൻ വാർത്തകൾ വന്നതോടെ ശരിക്കും പറഞ്ഞ കച്ചവട സിനിമ പോലെ വാർത്തകൾ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായി. ഒരു ക്രൈം സിനിമ അവതരിപ്പിക്കുന്നത് പോലെയല്ലേ നമ്മുടെ വാർത്തകൾ കട്ട് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നത്. വാർത്തയാണെന്ന് ആലോചിക്കണം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് തെലുങ്ക് അടിപ്പടം ചെയ്യുന്നത് പോലെയാണ് നമ്മളുടെ വാർത്താ മാധ്യമങ്ങൾ വാർത്തകൾ എഡിറ്റ് ചെയ്ത് മ്യൂസിക് കൊടുത്ത് അവതരിപ്പിക്കുന്നത്. നമ്മൾ അതിൽ ലയിച്ചിരിക്കുകയാണ്. അതേ കലാപരിപാടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുത്തുകാരൻ ഇതിനെ വെല്ലുവിളിക്കണമായിരുന്നു, ഇതിനെ മറികടക്കണമായിരുന്നു. ഗംഭീരമായി തൻ്റെ മാധ്യമത്തെ വികസിപ്പിച്ചെടുക്കണമായിരുന്നു. എഴുത്തുകാരൻ അത് ചെയ്തില്ല. എനിക്ക് വേണ്ടത് വിപണിയാണ്, ആളുകളെ പിടിക്കണം. ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കഥകളെയും നോവലുകളെയും ഞാൻ ദൃശ്യാത്മകമാക്കുകയാണ്, സിനിമാറ്റിക് ആക്കുകയാണ്. അങ്ങനെ സിനിമാറ്റിക് നോവലുകൾ എഴുതപ്പെടാൻ തുടങ്ങി. എന്നും നിലവിലുള്ള വ്യവസ്ഥയെ തട്ടിത്തകർത്ത് മറ്റൊന്നിലേക്ക് കടന്നു പോകേണ്ട എഴുത്തുകാരൻ അതിനോട് ലയിച്ചു ചേരുകയാണ് ചെയ്തത്. ഇവിടെ തുടങ്ങി നമ്മുടെ അപകടം തുടങ്ങി. ഇപ്പോൾ നമ്മുടെ വായനക്കാർക്ക് അവരുടെ നെറ്റിയിൽ ചുളിവുകൾ വീഴാറില്ല. കാരണം ക്ലീശകളുടെ മഹാസമുദ്രമാണ് അവർക്ക് വായിക്കാൻ കിട്ടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മുടെ പുതിയ കഥയെക്കുറിച്ചും പുതിയ കഥ എന്തായി തീരണമെന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ചിന്ത തുടങ്ങാനെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ദൃശ്യമാധ്യമത്തിൽ നിന്ന് ഇറങ്ങി വരൂ, നിങ്ങൾ വാക്കുകൾ കൊണ്ട് വാചകങ്ങൾ കൊണ്ട് കഥ എഴുതൂ എന്നാണ് പറയേണ്ടത്. 1856 മദാം ബൗറി എഴുതുന്ന സമയത്ത് ഗുസ്താവ് ഫ്ലോബർ ഓരോ വാചകവും എഴുതുവാൻ വേണ്ടി മണിക്കൂറുകളോളം തപസ്സിരിക്കുമായിരുന്നു. ഒരു പാരഗ്രാഫ് ഒരു ദിവസം എഴുതിയാൽ പിറ്റേ ദിവസം അത് വെട്ടി ഒരു വാചകം നോക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറമ്പിലിറങ്ങി ഇത് ചൊല്ലി നോക്കുമായിരുന്നു, വാചകം ചൊല്ലി നോക്കുമായിരുന്നു, ഇതിന് താളമുണ്ടോ എന്ന് നോക്കുമായിരുന്നു. ഓസ്ട്രേലിയൻ എഴുത്തുകാരനായ ജെറാൾഡ് മർനെയിൻ പറയുന്നത് അർത്ഥങ്ങൾക്ക് ഷെയ്പ്പുണ്ടെന്നാണ്, ആകൃതി ഉണ്ടെന്നാണ്. എഴുത്തിലെ അർത്ഥത്തിനൊരാകൃതി ഉണ്ടാകണം എന്ന് അദ്ദേഹം പറഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും കവിതയാണ് ഭാഷയിൽ നിർമ്മിക്കപ്പെടുന്നതെന്ന്. ഞാൻ പറയുന്നു, ഞാനല്ല, പലരും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കേട്ടു പറയുന്ന ഒരാൾ മാത്രമാണ്. ഭാഷയിലാണ് കഥയും നിർമ്മിക്കപ്പെടുന്നത്, സൃഷ്ടിക്കപ്പെടുന്നത്. ഭാഷ ശിഥിലമായാൽ കഥ തകർന്നു. നമുക്ക് ഒരു നല്ല ഉദാഹരണമുണ്ട്, ഖസാക്ക്. ഞാൻ എല്ലാവരും ഖസാക്ക് പറയുന്നുണ്ട്, ഞാനും ഇതിനെ ആവർത്തിക്കുന്നില്ല. ഖസാക്കിന് ശേഷവും മലയാളത്തിൽ നോവൽ എഴുതപ്പെട്ടത് കണ്ടന്റുകൾ കൊണ്ടാണ്, ഭാഷയിലുള്ള സർഗാത്മക പ്രവൃത്തി കൊണ്ടല്ല. ഏറെക്കുറെ ഒരു മേതിൽ രാധാകൃഷ്ണൻ മാത്രമേ എനിക്ക് ഒരു ഉദാഹരണമായിട്ട് പറയാനുള്ളൂ. അതിനുശേഷം കഥയ്ക്ക് പുതിയ വഴികളുണ്ടായോ, പുതിയ സങ്കേതങ്ങളുണ്ടായോ, പുതിയ സാധ്യതകൾ തുറന്നു കിട്ടുന്ന പ്രവർത്തനമുണ്ടായോ, എനിക്കതിൽ സംശയമുണ്ട്. തുടക്കത്തിൽ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഹലോ, PF മാത്യൂസ് സൂചിപ്പിച്ച കാര്യം യഥാർത്ഥത്തിൽ അനിൽകുമാർ മാഷ് വെച്ചിരിക്കുന്ന കഥയെ സംബന്ധിച്ചുള്ള മാഷിൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കഥയും മനുഷ്യ ജീവിതവും തമ്മിൽ നല്ലൊരു പാരസ്പര്യത്തിലായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ സ്വാഭാവികമായി വിചാരിച്ചു അതിന് എതിരായിട്ടുള്ള ഒന്നായിരിക്കും PF മാത്യൂസ് മുന്നോട്ട് വെക്കുന്ന നിരീക്ഷണം. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരെല്ലാം തന്നെ മനുഷ്യ സ്നേഹത്തിൻ്റെ കഥാകൃത്തുക്കളായിട്ട് തീരുന്ന ഒരു പോയിൻ്റാണത്. അത് ആ മൂങ്ങ എന്ന് പറയുന്ന സമാഹാരം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലുള്ള ഇടപെടലാണ്
P.F. മാത്യൂസ് തൻ്റെ കഥകളിൽ നടത്തുന്നത്. അരൂപികളുടെ യാമം വായിച്ചാൽ അറിയാം എങ്ങനെയാണ് അനിൽകുമാർ മാഷ് മനുഷ്യജീവിതത്തെ നിരീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വത്തോടു കൂടി കഥയെ സമീപിക്കുന്ന ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് കുതറി മാറുക എന്നുള്ളത് എളുപ്പമായ കാര്യമല്ല. അപ്പോൾ പുതിയ കഥകൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡീവിയേഷനായിട്ട് മാത്യൂസ് പറയുന്നത് ഈ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിഷ്വൽ ഇഫക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കഥ നിൽക്കുന്നു എന്നുള്ളതും, അങ്ങനെ പല കഥാകൃത്തുക്കളും തങ്ങളുടെ കഥയെ ഒരു വിശാലമായൊരു ഒരു ചിത്രപ്രദർശനം പോലെ ഒരുക്കുന്നതിൻ്റേതുമായൊരു പ്രശ്നം ഭാഷ അപ്രത്യക്ഷമാവുകയും ഒരു പ്ലേ മാത്രമായിട്ട് കഥ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അനിൽകുമാർ മാഷക്ക് അതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ള? പുതിയ കഥകൾ മുന്നോട്ട് വെക്കുന്ന മാഷ് സൂചിപ്പിക്കുകയുണ്ടായി, എന്തിനാണ് എഴുതുന്നത് എന്നറിയാതെയാണ് പലരും എഴുതുന്നത്. എന്താണ് എഴുത്തിലൂടെ സംവദിക്കേണ്ട കാര്യമെന്ന് പലരും വിട്ടുപോകുന്നു. എന്നാലും പുതിയ കഥകളില്ലാതെ പോവില്ല. അവസാനത്തെ മനുഷ്യൻ്റെ നിലവിളി ശബ്ദം ഇവിടെ നിന്ന് ഇല്ലാതാകുന്നത് വരെയും കഥകൾ ഉണ്ടാവും. പക്ഷെ കഥകൾ ഏത് രീതിയിൽ, ഈ പുതിയ കാലത്തിൻ്റെ കഥകൾ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് അനിൽകുമാർ മാഷ് ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. ഓക്കെ സാർ. കഥയുടെ ചില നല്ല മാതൃകകൾ എടുത്തു കാണിച്ച് അതിനെക്കുറിച്ച് പറയാവുന്ന ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം എൻ്റെ സുഹൃത്ത് P.F. മാത്യൂസ് പറഞ്ഞ കാര്യങ്ങളോട് വിശാലമായ അർത്ഥത്തിൽ എനിക്ക് വിയോജിപ്പുകളൊന്നുമില്ല. കാരണം എഴുത്ത് വളരെ ഗൗരവമുള്ളൊരു പ്രവൃത്തിയാണ് എന്ന് കരുതുന്ന ആൾക്കാർക്ക് എഴുത്തിനെ ചില ഗിമ്മിക്കുകൾ കൊണ്ട് പൂരിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും മോശമായൊരു കാലത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് ഇതിനേക്കാൾ മോശമായ കാലം തീർച്ചയായും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാലമാണ്. അതിനുശേഷം നമ്മുടെ ഭരണമൊക്കെ നമുക്ക് തന്നെ കിട്ടിയതിന് ശേഷം ഇന്ത്യൻ ജനാധിപത്യം ഏതൊരവസ്ഥയിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്കകളുണ്ട്. ഏറ്റവും മോശമായ, രാഷ്ട്രീയമായും സാമൂഹികമായും ഏറ്റവും മോശമായൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജനാധിപത്യപരമായ സംവാദങ്ങൾ വളരെ വളരെ ആക്രമിക്കപ്പെടുകയോ ഭീഷണിക്ക് വിധേയമാവുകയോ ചെയ്യുന്നൊരു കാലമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് KGSന് പൂച്ചട്ടിയെടുത്തടിച്ചാൽ അത് സംരക്ഷണ പ്രവർത്തനമാണ് എന്ന് പറയേണ്ടി വരുന്നൊരു കാലത്തെക്കുറിച്ച് KGS ശങ്കരപ്പിള്ളയ്ക്ക് ഒരു കവിതയിൽ 2 വരികൾ എഴുതേണ്ടി വന്നത്. അത്തരത്തിൽ വളരെ തുറന്ന പറച്ചിലുകൾ കഥയിലും കവിതയിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിൽ തുറന്ന പറച്ചിലുകൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതുകൊണ്ട് മലയാളത്തിൽ കഥകളിൽ എക്കാലത്തെ എന്ന പോലെ വ്യാജ നിർമ്മിതികൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പുതിയ കഥയിലുള്ള, ഏറ്റവും പുതിയ കഥയിലുള്ള, ഇപ്പോൾ P.F. മാത്യൂസ് ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് പറഞ്ഞു. അതൊരു നല്ല നോവലായിട്ട് എനിക്ക് തോന്നിയിട്ടേയില്ല. അതെൻ്റെ വായനയുടെ ഒരു പ്രശ്നമാണ്. മാത്രമല്ല കേരളത്തിലെ ഒരു വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതാവ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു വന്നിട്ട് ഖസാക്കിൽ അവസാനിപ്പിച്ചു. ഖസാക്കിൽ അതിനുശേഷം CV ശ്രീരാമനുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, സാറാ ജോസഫുണ്ട്. ഇവരൊന്നും പരാമർശിക്കാതെ ഖസാക്ക് എന്ന അത്ഭുത സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞ് അവസാനിച്ചപ്പോൾ എനിക്ക് വലിയ നിരാശയാണ് തോന്നിയത്. ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ പറയുന്നതിന് വലിയ നിരാശയാണ് തോന്നിയത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നേരത്തെ ജിംഷാറിൻ്റെ കഥ പറഞ്ഞു. രണ്ടാമത്തെ കഥ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് T. അരുൺകുമാറിൻ്റെ മാച്ചേർ കാലിയ എന്നൊരു കഥയാണ്. അതും ടാഗോറിൻ്റെ വരികൾ പറഞ്ഞാൽ
ഈ വളരെ ഇടുങ്ങിയ മതിലുകളില്ലാത്തൊരു ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ് ടി അരുൺകുമാറിന്റെ മാച്ചേർ കാലിയ എന്ന് പറയുന്ന ആ പേരിലൊരു പുസ്തകം വന്നിട്ടുണ്ട്. അരുൺകുമാറിന്റെ പുസ്തകം വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിലും ബംഗാളിലും ഒരേ സ്വാദോടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു മീൻകറിയുടെ പേരാണ് മാച്ചേർ കാലിയ. ഇതിനിടയിൽ ഒരു അതിർത്തിയുണ്ട്. ബംഗ്ലാദേശിൽ ഉണ്ടാക്കുന്നതും ബംഗാളിൽ ഉണ്ടാക്കുന്നതും ഒരേ തരം കറിയാണ്, മീൻകറിയാണ്. ഇതിനിടയിൽ ഒരു അതിർത്തിയുണ്ട്. ഈ അതിർത്തിക്കും അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നൊരു കഥയാണ് ടി അരുൺകുമാറിൻ്റെ മാച്ചേർ കാലിയ എന്ന കഥ. അത് വന്ന കാലത്ത് അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. മറ്റൊന്ന് സോണിയ റഫീഖ് എന്ന് പറയുന്നൊരു എഴുത്തുകാരിയുടെ, പുതിയ എഴുത്തുകാരിയുടെ കഥയുടെ പേരിപ്പോഴും എനിക്ക് ഓർമ്മയില്ല. സോണിയ റഫീഖിൻ്റെ ഈ പലസ്തീൻ, ഈ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളെക്കുറിച്ച് സോണിയ റഫീഖ് ഞാൻ അറിഞ്ഞിടത്തോളം അവരവിടെയാണ് താമസിക്കുന്നത്, ആ ഭാഗത്ത് എവിടെയാണ് താമസിക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ശക്തമായ രീതിയിൽ ഒരു കഥ ഈ അടുത്ത കാലത്ത് എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റൊരു കഥ എനിക്ക് വല്ലാതെ സ്പർശിച്ച കഥ എന്ന് പറയുന്നത് GR ഇന്ദുഗോപന്റെ കരിമ്പുലി എന്ന കഥയാണ്. ഈ കരിമ്പുലി എന്നുള്ള കഥയിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ജീർണതയും അപചയവുമൊക്കെ വളരെ ലളിതമായ രീതിയിൽ ഒരു പക്ഷേ ഒരു ഡിക്റ്റേറ്റീവ് നോവൽ വായിക്കുന്ന ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് എഴുതി ഫലിപ്പിക്കാൻ GR ഇന്ദുഗോപന് കഴിയുന്നു. വനം വകുപ്പിനെ കുറിച്ചാണ്. വനം വകുപ്പിലെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ വിരമിക്കുമ്പോൾ, റിട്ടയർ ചെയ്യുമ്പോൾ വനം വകുപ്പിലെ കൂടെയുള്ള സഹപ്രവർത്തകരെല്ലാം കൂടി അദ്ദേഹത്തിന് ഒരു കരിമ്പുലിയെ കൊന്ന് ഇറച്ചി വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് അതിന്റെ കുറ്റം മറ്റുള്ളവരിലേക്ക് ചാർത്താൻ ശ്രമിക്കുന്നു. ഇതാണ് ആ കഥയുടെ ചുരുക്കം എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ലോകം, വനം വകുപ്പ് വാസ്തവത്തിൽ കരിമ്പുലികളെയും അതുപോലുള്ള മൃഗങ്ങളെയും മരങ്ങളെയും ചെടികളെയും പൂക്കളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പായിരിക്കുമ്പോൾ അതിനുള്ളിലുള്ള ആൾക്കാർ തന്നെ അതിനെ കൊന്നു കറിവെച്ച് തിന്നുന്നതിനെ കുറിച്ച് ഇത്രയും വിദഗ്ധമായി, ഇത്രയും ഹൃദയസ്പർശിയായ ഒരു കഥ എഴുതാൻ കഴിയുന്നു എന്നുള്ളത് ഈ കാലത്തെ കഥകളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. മറ്റു രീതിയിലൊക്കെ തന്നെ ഞാൻ 4 കഥകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയുള്ള കുറച്ച് കഥകളെക്കുറിച്ച് കൂടി പറയാം. നല്ല കഥകളെക്കുറിച്ച് പറഞ്ഞിട്ട് മലയാളത്തിലെ കഥകളുടെ ഒരു രീതി, കാരണം വലിയ എഴുത്തുകാർ, സാംസ്കാരിക നായകന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇവിടെ ഒരു പ്രശ്നം വരുമ്പോഴും ഒന്നും മിണ്ടാത്തൊരവസ്ഥയുണ്ട്. അതൊരു വൈകൃതമാണ്, അതൊരു മാനസിക വൈകൃതമാണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ, എഴുത്തുകാരി ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ന് സമൂഹം ആഗ്രഹിക്കുമ്പോൾ അത്തരം പ്രതികരണങ്ങൾ ഇല്ലാതെ പോകുന്നത് കേരളത്തിൻ്റെ ജനാധിപത്യത്തിന് പരിക്കേൽപ്പിക്കുന്ന ഏർപ്പാടാണ്. ഇനി വലിയ അവാർഡുകളൊക്കെ തന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നതിന് കൊടുക്കുന്ന അവാർഡുകളാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഒരു കാര്യം, ഒരു ഭരണകൂട നൃശംസതകളെയും എതിർക്കാതിരിക്കുന്നതിന് വേണ്ടിയാണോ ഈ വലിയ അവാർഡുകളൊക്കെ കൊടുക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട്. സമീപകാലത്ത് വന്ന അവാർഡുകളൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി, ഞാൻ അത്ര പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ നമ്മൾ വലിയ രീതിയിൽ വലിയ ആരാധനയോടെ കണ്ടിട്ടുള്ള വായനക്കാരെന്നതിൽ കണ്ടിട്ടുള്ള എഴുത്തുകാരൊക്കെ തന്നെ, എഴുത്തുകാരിൽ പലരും, വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ അവരുടെ ശബ്ദം കേൾപ്പിക്കേണ്ട സമയത്ത് കേൾപ്പിക്കാതിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാർ അരുൺകുമാറിനെ പോലെ, ജിംഷാറിനെ പോലെ, സോണിയ റഫീഖിനെ പോലെ, ഇന്ദുഗോപനെ പോലുള്ള ആൾക്കാർ അത്തരം ശബ്ദങ്ങൾ, അത്തരം വിയോജനക്കുറിപ്പുകൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുകൊണ്ട് നാളെ വനം വകുപ്പ് വലിയൊരു മാറ്റത്തിന് വിധേയമാകും എന്നൊന്നും എനിക്ക് ധാരണയില്ല. എനിക്ക് അങ്ങനെ ഒരു സ്വപ്നം പോലുമില്ല.
വനം വകുപ്പ് GR ഇന്ദുഗോപന്റെ കഥ വായിച്ചിട്ട് വനം വകുപ്പിൽ വലിയ നടപടികൾ ഉണ്ടാവുന്നു എന്നൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ അവിടെ ഇരുന്നപ്പോൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം അതാണ്, എഴുതുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു സന്ദർഭത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ. എഴുത്തിനിപ്പോൾ വലിയ മേഖലകളുണ്ട്. നിങ്ങൾക്ക് മാതൃഭൂമിയിലോ മലയാളത്തിലോ മാധ്യമത്തിലോ ചന്ദ്രികയിലോ ഒന്നും മാത്രമല്ല, നമുക്ക് സ്വന്തമായിട്ട് എഡിറ്റർ ഇല്ലാത്ത ലോകത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ള സാധ്യതകളുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പറയാനുള്ള സാധ്യതയുണ്ട്. അത്തരം പറച്ചിലുകൾ പലപ്പോഴും പലതും വളരെ ധീരമായ പറച്ചിലുകളാണ്. എല്ലാ മാധ്യമങ്ങളിലും, എല്ലാ മനുഷ്യന്റെ എല്ലാ വ്യവഹാരങ്ങളിലും, പിന്നെ വൃത്തികേടുകളും നല്ലതുമുള്ളതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലും അത്തരം വൃത്തികേടുകളും നന്മകളും ഉണ്ടെങ്കിലും ചില പ്രതികരണങ്ങൾ വളരെ രൂക്ഷമാണ്. അവർ നിരന്തരമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ജനാധിപത്യത്തിന് വളരെ നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1969 പ്രസിദ്ധീകരിച്ച ഖസാക്കിൻ്റെ ഇതിഹാസം, ഇപ്പം മാത്യൂസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ തൊട്ടാലും സംഗീതം പൊഴിയുന്ന ഒരു സിംഫണി ഓർക്കസ്ട്ര പോലെ തന്നെ സുന്ദരമായ ഭാഷയുടെ ഇന്ദ്രജാല തുല്യമായൊരു പരീക്ഷണമാണ്. യഥാർത്ഥത്തിൽ ഖസാക്കിൻ്റെ അകത്തൊരു സന്ദേശമൊന്നും കൊടുത്തുവിടാനല്ല വിജയൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ മലയാളത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്കിതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഖസാക്കിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു കൃതിയും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് മലയാള സാഹിത്യ ചരിത്രം പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഒരു തെറ്റായിരിക്കാം അങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം എഴുത്തിൻ്റെ ഒരു മാസ്മരിക തലം അതുകൂടിയ ഭാഷയുടെ ഒരു തലം കൂടെയുണ്ട് എഴുത്തിൻ്റെ ഒരു ചുറ്റുപാടിൽ എന്നുള്ളതാണ്. ഭാഷ ആ പഴയ കഥാകൃത്തുക്കളുടെ ഒരു ഭാഷയല്ല പുതിയ കഥാകൃത്തുക്കളുടെ ഭാഷ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു നേരത്തെ മാത്യു സൂചിപ്പിച്ച ഒരു വിയോജിപ്പ് അത്രയേ ഉള്ളൂ. അകന്നു പോകുന്നൊരു വിഷയം അത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ ഭാഷയ്ക്കകത്ത് തന്നെ എന്നുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇന്ദുഗോപൻ്റെ ഭാഷയായാലും ആ മേതിലുമായിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ആരോപിക്കാൻ പറ്റുന്ന ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്നു. ഇവരൊക്കെ തന്നെയും മാത്യൂസായാലും സന്തോഷ് കുമാറായാലും മുരളിയായാലും ഒക്കെ തന്നെ ആ കഥയുടെ ഒരു ഭാഷ ഒരു പുതിയ ഭാഷയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ എന്നാണ് യാഥാർത്ഥ്യം. കാരണം ആ പുതിയൊരു കഥയുടെ ഒരു സ്വഭാവം അത് തന്നെയാണ്. കഥ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുക. പിന്നെ എനിക്ക് മാത്യൂസിനോട് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ നടന്നൊരു സെഷനിൽ TV മധുമാഷ് ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്ന വിഷയം. അപ്പോൾ ഒരുപാട് ഉത്കണ്ഠകൾ ഭയങ്ങൾ വെച്ചിട്ടുണ്ട് ഹരാരിയുടെ നിരീക്ഷണങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട്. അപ്പം കഥയുടെ മണ്ഡലത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാത്യു സാറിന് സംസാരിച്ച് നന്നായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അതിലും ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു കണ്ടന്റ് എഴുത്തല്ല കല എന്ന് ഞാൻ പറഞ്ഞു. കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോമാണ്, രൂപമാണ്. കഥയാണെങ്കിൽ വാക്കുകളാണ്. അതിൽ പണിയെടുക്കാത്ത ഒരു കൃതിയും നിലനിൽക്കുകയില്ല. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ചെറുകഥയുടെ പിതാവ് എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ചെക്കോവ് പറഞ്ഞു, നിങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിക്കേണ്ട, കാണിച്ചു കൊടുക്കൂ. അന്ന് അദ്ദേഹത്തിനത് പറയാമായിരുന്നു. കാരണം സിനിമ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വികസിച്ചിട്ടില്ല, സിനിമ രൂപപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് ദൃശ്യവൽക്കരിക്കാനായിട്ട് ആളുകളെ ഉദ്ബോധിപ്പിക്കാമായിരുന്നു. കാലങ്ങൾ കടന്നു, നൂറ്റാണ്ടുകൾ കടന്നിട്ട് കഴിഞ്ഞ വർഷം ഒരു യുവ ചെറുകഥാകൃത്ത് ഒരു വേദിയിൽ പറയുന്നത് ഞാൻ കേട്ടു. 30-60 സെക്കൻഡ് ദൈർഘ്യമുള്ള റീലുകളോടാണ് ഞാൻ മത്സരിക്കേണ്ടത്, എൻ്റെ കഥ മത്സരിക്കേണ്ടത് എന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നി. എന്തിനാണ് ഇയാൾ മത്സരിക്കാൻ പോകുന്നത്? ഈ ഐഫോണിലെ 30 സെക്കൻഡ് റീലുകളോടാണ് മത്സരിക്കാൻ പോകുന്നത്. അത്രയേ ഉള്ളൂ അയാൾക്ക് കഥ എന്ന മാധ്യമം, അല്ലെങ്കിൽ നോവൽ എന്ന മാധ്യമം. അത് വളരെ ഉയർന്ന തലത്തിലുള്ളൊരു മാധ്യമമല്ലേ, ഇത്രയും പാരമ്പര്യമുള്ളൊരു മാധ്യമമല്ലേ, ഇതിഹാസങ്ങൾ എഴുതപ്പെട്ട മാധ്യമമല്ലേ. അത് ഇന്നലെ വന്ന ഒരു റീല്, 30 സെക്കൻഡ് റീലിനോടാണോ ഇത് മത്സരിക്കുക? അല്ലെങ്കിൽ മത്സരത്തിന് തന്നെ എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ഞാൻ പറഞ്ഞു വരുന്നത് AI-യിലേക്ക് പോലും എത്തണ്ട, നമ്മൾ വളരെ പിന്നിലാണെന്നേ. നമ്മൾ ഈ റീലുകൾക്കൊപ്പം എത്താൻ വേണ്ടി ഓടുകയാണ്. അതാണ് നമ്മുടെ അവസ്ഥ.
അതായത് കഥ സിനിമാറ്റിക് ആകുക അല്ലെങ്കിൽ നോവൽ സിനിമാറ്റിക് ആകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരന്തം തന്നെയാണത്, യാതൊരു സംശയവും അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തല്ല, ഒരു കാലത്തും ഗദ്യസാഹിത്യത്തിൽ ശക്തരായ നിരൂപകരുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ആഘോഷിച്ച നിരൂപകരെല്ലാം ഒരു ഗ്രൂപ്പിലെയാണ് അവർ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരുന്നത്. അതല്ലാതെ ഇപ്പം സൂസൻ സൊൻഡാഗിനെ പോലെ പെഡ്രോ പരാമ കണ്ടെടുത്തത് സൂസൻ സൊൻഡാഗാണ്, അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ പാശ്ചാത്യ ലോകത്തിലേക്ക് അവതരിപ്പിച്ചത് സൊൻഡാഗാണ്. അതുപോലെ സാന്റോർമറായുടെ എംബേഴ്സ് ഇതൊക്കെ അവതരിപ്പിച്ചത് അവരാണ്. അതുപോലെ ഇരുട്ടിൽ കഴിയുന്ന ഒരു കഥാകാരൻ്റെ വളരെ നവ്യമായ ആവിഷ്കാരം കണ്ടെടുത്ത് അവതരിപ്പിക്കാൻ ത്രാണിയുള്ള ഒരു നിരൂപകൻ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണത്. അപ്പോൾ നമ്മൾ ഇപ്പം നിരൂപകരില്ല എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ കാലത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അതായത് ദൃശ്യമാധ്യമങ്ങളോട് മത്സരിക്കുകയോ AI നമ്മളെ ബാധയായി പിടികൂടിയിരിക്കുകയോ എന്നൊന്നുള്ളതല്ല വിഷയം. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് കഥാകഥന രീതിയെ വാക്കുകളിലേക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് നല്ല നല്ല ഉദാഹരണങ്ങളുണ്ടത്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് എഴുത്തുകാരിയായ ലിഡിയ ഡേവിസ് കുറുങ്കഥകളാണ് എഴുതിയിരിക്കുന്നത്, കുഞ്ഞു കുഞ്ഞു കഥകളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ അതിഗംഭീരമായ പരീക്ഷണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഉപന്യാസത്തിൽ എഴുതിയിട്ടുണ്ട്, അതായത് ഒരു കഥ അത് വളരെ കൺവെൻഷണൽ രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ അങ്ങനെ വന്ന് അവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരാളുടെ ടെക്സ്റ്റിലേക്ക് സ്വന്തം കഥയെ കടത്തിവിടുന്ന മട്ടിൽ കഥ എഴുതാൻ തുടങ്ങി. ഒറ്റ പാരഗ്രാഫിലുള്ള കഥകൾ എഴുതാൻ തുടങ്ങി. എഡ്സൺ റസൽ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ്റെ കഥകളെ അനുകരിച്ച് കഥ എഴുതാൻ തുടങ്ങി. എന്തിന് ഫ്ലൊബേർ എഴുതിയ കത്തുകൾ നേരെ എടുത്തു വെച്ച് കഥ എഴുതാൻ തുടങ്ങി. ഞാൻ ഇതെല്ലാം നമ്മൾ ചെയ്യണം എന്നല്ല, അല്ലെങ്കിൽ നമ്മുടെ പുതിയ എഴുത്തുകാർ ചെയ്യണം എന്നല്ല പറയുന്നത്. നമ്മുടെ വായനക്കാർ ഒരുപാട് അർഹിക്കുന്നുണ്ടെന്നേ. അവർ നല്ല വായനക്കാരുണ്ട്, പക്ഷേ എഴുത്തുകാർ വളരെ മോശമാണ്. അവർ വായനക്കാരുടെ അവരുടെ ഒരു ബൗദ്ധിക നിലവാരത്തിലേക്ക് എഴുത്തുകാരൻ ഉയരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു മലയാളം വാരികയ്ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, എഴുത്തുകാരൻ വായനക്കാരൻ്റെ രസിപ്പിക്കേണ്ട ബാധ്യതയൊന്നും എഴുത്തുകാരനില്ല എന്ന്. അത് പറയാൻ കാര്യം പഴയ പത്രപ്രവർത്തനക്കാർ ഓർത്തിട്ടാണത്. വായനക്കാരൻ്റെ ലെവലിലേക്ക് താഴെ വന്നിട്ട് എഴുത്തുകാരൻ എഴുതണമെന്ന്. എന്തിനാണ് താഴെ വരണത്? കാരണം വായനക്കാരൻ വളരെ ഉയരത്തിലാണ് ഇപ്പോൾ തന്നെ. കാരണം എഴുത്തുകാരൻ എഴുതുന്ന ഒരു പാഠത്തെ മറ്റൊരു പാഠമായിട്ട് അല്ലെങ്കിൽ അസംഖ്യം വ്യാഖ്യാന സാധ്യതയുള്ള പാഠങ്ങളായിട്ട് വായിക്കാൻ ത്രാണിയുള്ള വായനക്കാരിവിടെയുണ്ട്. വായനക്കാരെ തൃപ്തിപ്പെടുത്തുന്ന, അവരുടെ ബൗദ്ധിക നിലവാരത്തെ തൃപ്തിപ്പെടുത്തുന്ന കഥകളാണ് ഇല്ലാത്തത്. അപ്പം അതിന് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നത് കൂടുതൽ പരീക്ഷണോത്സുകങ്ങളായ കഥകൾ ഉണ്ടാവണം. അത് ഈ ശക്തമായ നിരൂപകരില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ വായനക്കാർ ആവശ്യപ്പെടാൻ തുടങ്ങും. ഇതല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന സാഹിത്യം, കണ്ടന്റ് റൈറ്റിംഗ് അല്ല ഞങ്ങൾക്ക് വേണ്ടത് സൗന്ദര്യാനുഭൂതിയെ വാക്കുകളിൽ ആവാഹിക്കുന്ന എഴുത്താണ് വേണ്ടത് എന്ന് വായനക്കാർ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാലം വരും. തീർച്ചയായിട്ടും അത് ഉണ്ടാകും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2 നിരീക്ഷണങ്ങളാണ് യഥാർത്ഥത്തിൽ. പക്ഷെ രണ്ടുപേരും ചില കാര്യങ്ങൾ യോജിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ സമയം പരിധി വിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. അടുത്ത സെഷൻ ഇവിടെ തുടങ്ങേണ്ടതുണ്ട്. ഇന്ന് ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ളത് കേൾവിക്കാരുടെ ചോദ്യങ്ങളാണ്. അതിലൊരു ചെറിയൊരു സമയം, അടുത്ത സെഷൻ തുടങ്ങുന്നതിനിടയിലുള്ള ഒരു ചെറിയ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരുമായി സംസാരിക്കാം. അതിനുള്ള അവസരമാണ്. ശ്രീ അനിൽകുമാർ സാറിനോടാണ്. ഖസാക്ക് അത്ര മോശമാണ് എന്ന് കരുതാൻ എന്താ കാരണം? ഖസാക്ക് ഒന്നാമതായി ഭാഷയിൽ കാണിച്ച ഒരു മാന്ത്രികതയാണ്. കണ്ടന്റിനെ കുറിച്ച്, ഉള്ളടക്കത്തെക്കുറിച്ച് PF മാത്യൂസിന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടാവാം.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ എൻ്റെ ചെറിയ കുട്ടിയാണ്, മകളെ അവളുടെ അമ്മ ഒന്ന് പുന്നാരിച്ചു. പുന്നാരിച്ചപ്പോൾ ഈ 7 വയസ്സുള്ള മകളെ ഉടനെ പറഞ്ഞു, അമ്മേൻ്റെ പുന്നാരിക്കലൊന്നും എന്നോട് വേണ്ട എന്ന് പറഞ്ഞു. പുന്നാരിക്കലാണ് ഫോം, രൂപം. എന്തോ ഒരു കാര്യത്തിന് അമ്മയ്ക്ക് ഒരു പാച്ചപ്പ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് അതിൽ ഉള്ളടക്കമില്ല. മകളെ ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ അമ്മയ്ക്കൊന്ന് പാച്ചപ്പ് ചെയ്യണം മകളുമായിട്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ പുന്നാരിക്കലൊന്നും, ഈ പുന്നാരിക്കലാണ് ഖസാക്കിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് കരുതുന്നത്. കാരണം 1968 മലയാള ജീവിതം അതിൽ വരുന്നത് മറുഭാഗത്താണ്, രവിയുടെ ജീവിതത്തിലല്ല. ഇത് NS മാധവൻ ഒരു കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. NS മാധവൻ ഖസാക്കിലെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ലേഖനത്തിൽ ഇവരെന്താണ്, എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള രവി ഒഴിച്ചുള്ള ബാക്കി എല്ലാ കഥാപാത്രങ്ങളും ജീവിതത്തോട് അള്ളിപ്പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. എന്തെല്ലാം ദുരന്തങ്ങളുണ്ടായാലും, ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ദുരന്തങ്ങളുണ്ടായാലും ജീവിതത്തെ അതിൻ്റെ യാതനകളോടുകൂടി തന്നെ പിടിച്ച് കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ നായകനായ രവി മറ്റൊരു ജീവിത ബോധം പ്രസരിപ്പിക്കുന്നു. ഈ ജീവിതബോധം വളരെ അപകടകരമായതുകൊണ്ടാണ്, അതിൻ്റെ ഉള്ളടക്കം വളരെ അപകടകരമായതുകൊണ്ടാണ് ആ നോവൽ ഒരു നല്ല നോവലല്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനോഹരമായ രൂപത്തിൽ വിഷം ചേർത്ത് വയ്ക്കാം, അതാണ് രൂപത്തിൻ്റെ ഒരു പ്രശ്നം. ഇത് ഒരു കുപ്പിയാണ്, അതിൽ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ മദ്യമൊഴിച്ച് വെക്കാം. ഇതിൽ ഇപ്പോൾ അംബികാസുധൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻഡോസൾഫാൻ ഒഴിച്ചു വെക്കാം. ഇത് വെള്ളം കുടിച്ചാൽ ആൾക്ക് വെള്ളം കുടിച്ചതിൻ്റെ ഒരു ശമനമുണ്ടാകും. മദ്യം കുടിച്ച ആൾക്കാർക്ക് കിക്കുണ്ടാവും. എൻഡോസൾഫാൻ കുടിച്ചാൽ മരിച്ചു പോവും. ഇപ്പം രൂപത്തിൽ അഭിരമിക്കുമ്പോൾ ഭാഷയുടെ മനോഹാരിതയിൽ ഒരു പക്ഷേ വിജയൻ്റെ ഏറ്റവും നല്ല നോവൽ, OV വിജയൻ്റെ ഏറ്റവും നല്ല നോവൽ ധർമ്മപുരാണമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്രയും ധീരമായൊരു നോവൽ എഴുത്ത മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഖസാക്കിലൊന്നും മലയാള സാഹിത്യം അവസാനിക്കുന്നില്ല. അത് അതിൻ്റെ യാത്രയിലുള്ള ഒരു നാഴികക്കല്ല് എന്ന് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. അതിനുശേഷം മലയാളത്തിൽ അതിഗംഭീരമായ നോവലുകളും കഥകളും ഉണ്ടായിട്ടുണ്ട്. അതിഗംഭീരമായ നോവലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാറ ടീച്ചറുടെ നോവലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഖസാക്കിൽ അതിനെ അതിശയിക്കുന്ന ഒരു കൃതി, അതൊക്കെ ഖസാക്കിൻ്റെ വാഴ്ത്തുപാട്ടുകാരൻ ഉണ്ടാക്കുന്ന ഒരു വ്യാജ നിർമ്മിതിയാണ്. ഖസാക്കിനെ അതിശയിക്കുന്ന ഒരു കൃതി, ഖസാക്കിനെ അതിശയിക്കുന്ന കൃതി എഴുതിയത് OV വിജയൻ തന്നെയാണ്. അത് ധർമ്മപുരാണമാണ്. ഇന്നത്തെ നമ്മുടെ മലിനമായ, ജീർണമായ, ദുർഗന്ധപൂരിതമായ രാഷ്ട്രീയ അവസ്ഥയിലെ ഏറ്റവും പ്രസക്തമായ നോവൽ ധർമ്മപുരാണമാണ്. എത്ര വൈതാളികന്മാർ ചേർന്ന് നിന്നിട്ടാണ് നമ്മുടെ രാജാക്കന്മാരെ, മുകളിലും താഴെയുമുള്ള രാജാക്കന്മാരെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഖസാക്കിൻ്റെ ആ പുസ്തകത്തോടുള്ള, അല്ലെ അതിൻ്റെ കണ്ടന്റിനോടുള്ള വിയോജിപ്പാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയത്. ഭാഷ മനോഹരമാണ്, പനമ്പട്ടകളിൽ ഇപ്പോഴും കാറ്റടിക്കുന്നുണ്ട്, അടിച്ചോട്ടെ. പക്ഷേ അതിൻ്റെ കണ്ടന്റ് വേറെയാണ്. സർ, ചെറുകഥയെക്കുറിച്ച് മാത്യു സാറിനോട് പറയുന്നത്, പിന്നെ ചെറുകഥയെക്കുറിച്ചുള്ള പുതിയ കഥാ രൂപവും ഈ പഴയ കഥാരൂപവും, പഴയ കഥ നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൽ വല്ലാതെ ആകർഷിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്ന കഥകളായിരുന്നു. ഇപ്പോൾ പുതിയ കഥകൾ വളരെ പുതിയ ഭാഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒന്നായിട്ടിരുന്ന് വായിക്കാൻ പറ്റാത്ത കഥകളായിരിക്കും ഇപ്പോൾ പുതിയ കഥകൾ. ഭാഷ അത്രത്തോളം ഗാംഭീര്യമുള്ളതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ കഥാകൃത്തുകൾക്ക് മാത്യു സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഉപദേശം കൊടുക്കാനുള്ളത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അല്ല, തൊട്ട് മുമ്പ് എഴുതിയ ഒരാൾക്ക് ഒരു ഉപദേശവും കൊടുക്കാനില്ല പുതിയ കഥാകൃത്തുക്കളോട്. അവർ എഴുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വഴി സ്വയം വെട്ടിയുണ്ടാക്കുന്നതാണ്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതുപോലെ അല്ല അത്. ഇല്ലാത്ത ഒരു രാജ്യം കണ്ടെത്തുകയാണ് ഒരു എഴുത്തുകാരൻ ചെയ്യുന്നത്. അത് അവർ തനിയെ കണ്ടെത്തിക്കോളും.
പിന്നെ പഴയ എഴുത്തുകാര് ഇപ്പൊ കാരൂർ എഴുതിയതുപോലെ ഏറ്റവും പുതിയ ശ്യാമകൃഷ്ണൻ എഴുതാൻ പറ്റില്ല. അതൊരിക്കലും സാധിക്കില്ല. അവർ ജീവിച്ച ജീവിതം വേറെ, അവർ നേരിടുന്ന സാഹചര്യങ്ങൾ വേറെ, അങ്ങനെയുള്ള ഘടകവിരുദ്ധമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതുപോലെയുള്ള ഒരു അനുഭവം ഇപ്പോഴും കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നതിൽ അർത്ഥവുമില്ല. ഒരു ചോദ്യം ഉണ്ട് പ്രിയപ്പെട്ട വി എസ് സാറിനോടാണ്. വി എസ് അനിൽകുമാർ പറഞ്ഞ ഈ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ റിയലിസവുമായി കമ്മ്യൂണിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോവൽ എഴുതുമ്പോൾ സാമ്പത്തിക ശാസ്ത്രവും അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖസാക്കിൽ ഇങ്ങനെ ആനന്ദം എങ്ങനെ ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ഖസാക്കിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ എന്ന ആദ്യത്തെ NS മാധവൻ്റെ വിമർശനമാണ്. പക്ഷെ ഒരു സ്വദേശമായിട്ടൊരു ജീവിത സന്ദേശം കൊടുക്കുന്നതാണ് സാഹിത്യം എന്ന് പറയുന്നത്. സോഷ്യൽ റിയലിസത്തിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടൊരു സാഹിത്യമാണ്. അതിൽ നിന്നും വളരെ വ്യക്തി ദുഃഖങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ ഒരു സാഹിത്യത്തിൻ്റെ വലിയ കൊടുങ്കാറ്റിൽ ഇതൊക്കെ തകർന്നു പോയിട്ടുള്ള നഗ്നമായ യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് തിരസ്കരിക്കാൻ കഴിയുക? സാഹിത്യം എന്ന് പറയുന്നത് സ്വദേശ രചനയാണ് എന്നും ഭാഷയ്ക്ക് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ സർ? അത് ഞാൻ ആ പഴയ വാചകം എടുത്ത് ഉദ്ധരിച്ചു ഉള്ളതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണയാണ്. എഴുത്തുകാരൻ ആരുടെ പക്ഷത്ത് എന്നുള്ള ഒരു വാചകം പറഞ്ഞുകൊണ്ടുള്ള തെറ്റിദ്ധാരണയാണ്. സ്വദേശ സാഹിത്യം എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ സ്വദേശമായാൽ എന്താ, ഒരാളെ നന്നാക്കാൻ ഒരു സാഹിത്യത്തിൽ ഒരു ചെറുകഥയ്ക്ക് പറ്റിയാൽ അതിനേക്കാൾ വലിയൊരു ഗുണമൊന്നും ഒരു കൃതിക്കും. ഇപ്പോൾ മുകുന്ദൻ തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആരോ ചീത്ത വിളിച്ച കാര്യം, നിങ്ങളൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ കഞ്ചാവ് വലിക്കാൻ പഠിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദുരുദ്ദേശ സാഹിത്യമായി പോയി എന്നുള്ളതാണ്. അപ്പം അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാഹിത്യം അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ ഭാവരൂപമാറ്റങ്ങളിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പഴയ രീതിയിൽ എഴുതണമെന്നൊന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷെ അതിൻ്റെ നമ്മൾ നിൽക്കുന്നൊരു സമൂഹത്തോട് എഴുത്തുകാരൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിന് തെളിവുകളാണ് അയാളുടെ രചന. എഴുത്തുകാരനോ എഴുത്തുകാരിയോ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അയാളുടെ രചന. പണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ PK രാജൻ പറഞ്ഞൊരു വാചകം ഓർമ്മ വരുന്നുണ്ട്. ഒരു സർവകലാശാല അതിന് ചുറ്റുമുള്ള സമൂഹത്തോട് പ്രതിപ്രവർത്തിച്ചു കൊണ്ടിരിക്കണം, അതിനെയും ചുറ്റുമുള്ള സമൂഹത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ട്. ഇതാണ് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളമുള്ള അതൊരു ക്രിയേറ്റീവ് വർക്കാണ്. ഒരു സർവകലാശാല എന്നുള്ളത് ഒരു ക്രിയേറ്റീവ് വർക്കാണ്, ആയിരിക്കണം. അങ്ങനെയാണോ എന്നുള്ള കാര്യം വേറെ കാര്യം. എഴുത്തുകാരി എന്നുള്ളത് ക്രിയേറ്റീവായിട്ട് സർഗാത്മകമായിട്ട് നടത്തുന്ന രചനകൾ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തോട് പ്രതികരിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി രൂക്ഷമായൊരു അഭിപ്രായം കൂടി ഉണ്ട്. അത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പണ്ട് ഇടപ്പള്ളി കലാപകാലത്ത് ചങ്ങമ്പുഴ എഴുത്ത് നിർത്തണമെന്ന് NV കൃഷ്ണമാരും ആൾക്കാരും കൂടിയിട്ട് ഒരു പ്രമേയം പാസ്സായി. ഒരു വായനശാലയുടെ കോലായിലിരുന്നിട്ട് ചങ്ങമ്പുഴ എഴുത്ത് നിർത്തണം എന്ന് ഒരു പ്രമേയം പാസ്സാക്കി. കാരണം ചങ്ങമ്പുഴ ഈ തീക്ഷ്ണമായ കാലത്തിൽ ഇത്രയും രൂക്ഷമായ ജീവിതം ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം, പട്ടിണി, വിദ്യാഭ്യാസമില്ലായ്മ, ജാതി വ്യവസ്ഥയുടെ വൃത്തികേടുകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് സ്വാതന്ത്ര്യ സമരം, കമ്മ്യൂണിസ്റ്റ് സമരങ്ങൾ, ഇതിൻ്റെയൊക്കെ കാലത്ത് ഈ ചങ്ങമ്പുഴ പ്രണയ കവിതകൾ എഴുതുന്നു എന്നുള്ളതാണ് NVയുടെയും കൂട്ടരുടെയും പരാതിയായിരുന്നത്. ഇന്നത്തെ പല പ്രണയ കവിതകൾ കാണുമ്പോൾ എനിക്കത് ആ പ്രമേയം ഒന്നും കൂടി പ്രസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണ് പറയുക. ആ പ്രമേയം ഒന്നും കൂടി പ്രസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്തിനാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്? എന്തിനാണ് രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുക്കാനാണോ? വളരെ പൊള്ളയായ വാഗ്ദാനങ്ങളും വളരെ നമ്മുടെ വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്ത കൊടും ചതി നമുക്കറിയാം. ഇവിടെ വന്നിട്ട് കുട്ടികളെ ഉമ്മ വെച്ചാൽ വയനാട് പഴയ സ്ഥിതിയിലാവില്ല. കൊടും ചതിയാണത്. അത്തരത്തിലുള്ള വ്യാജ
വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ പോലെ വാക്കുകൾ ഉതിർക്കുകയാണോ എഴുത്തുകാരൻ വേണ്ടത് എന്ന് ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ തീരുമാനിച്ചാലേ തീരുന്ന കാര്യമേ ഉള്ളൂ. പറയുന്നതിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരിക്കണമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നതിന് ലക്ഷ്യമുണ്ട്. അത് പറയുന്ന ആളുടെ ഇന്നത്തെ കാലത്ത് പറയുന്ന ആളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമായിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അത് സ്ലോലി എന്നുള്ള കഥയിൽ പറയുന്ന പോലെ 2022 ആണെന്ന് തോന്നുന്നു സ്ലോലി എന്നുള്ള കഥ എഴുതിയത്. സ്ലോലി എന്നുള്ള കഥ ജിംഷാർ എഴുതുമ്പോൾ 2030 മാറുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 8 കൊല്ലം സാവകാശം പതുക്കെ 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 എന്നാണ്. നാളെ ഉടൻ വിപ്ലവം എന്നുള്ളതല്ല, എല്ലാത്തിനും തച്ചുടച്ചുകൊണ്ട് തച്ചുടക്കലിന് തത്വശാസ്ത്രം എന്നല്ല. പറയുന്ന വാക്കുകൾക്ക് എന്തെങ്കിലും ഒരു മൂല്യമുണ്ടാകണമോ എന്ന് തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയക്കാരെ പോലെ വളരെ ഉള്ളുപൊള്ളയായ വാക്കുകൾ പറയുമോ അല്ലെങ്കിൽ നിറഞ്ഞ വാക്കുകൾ പറയണമോ എന്ന് ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ തീരുമാനിക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. ഇത് തന്നെയാണ് സോഷ്യൽ റിയലിസം, സോഷ്യലിസ്റ്റ് റിയലിസം. അത് തന്നെയാണ് മാക്സിം ഗോർക്കിയുടെ അമ്മ എന്തിനാ എഴുതിയത്? അതേ കാര്യം തന്നെ ഇവിടെ ആവശ്യപ്പെടുന്നത്. അതായത് മാർസൽ പ്രൂസ്റ്റ് ഇൻ സെർച്ച് ഓഫ് ലോസ്റ്റ് ടൈം എഴുതുമ്പോൾ 2ാം ലോക മഹായുദ്ധം നടക്കുകയായിരുന്നു. ഒരു വരി എഴുതിയിട്ടില്ല. അപ്പോൾ അന്നന്ന് കാണുന്ന കാര്യങ്ങളോട് പ്രതികരിക്കാനാണെങ്കിൽ ഒരു എഴുത്തുകാരൻ വേണ്ടെന്ന്. ഒരു പത്രപ്രവർത്തകൻ ധാരാളം മതി, സാധാരണ ഒരു മനുഷ്യൻ മതി. എഴുത്തുകാരൻ്റെ ഒരു പ്രതിഭ അതിനാവശ്യമില്ല എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പത്രപ്രവർത്തനം എന്താണ് ചെയ്യുന്നത് എന്ന് PF മാത്യൂസ് തന്നെ പറഞ്ഞു. പത്രപ്രവർത്തനം ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ടുള്ള കളിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പത്രപ്രവർത്തനവും ആ രീതിയിൽ ഡൈല്യൂട്ടഡ് ആവുമ്പോൾ, വെള്ളം ചേർത്തതാകുമ്പോൾ, എഴുത്തുകാരനെങ്കിലും വെള്ളം ചേർക്കാത്ത വാക്കുകൾ ഉപയോഗിക്കണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ ഒരു സെഷനെ നന്ദി അർപ്പിക്കാൻ വേണ്ടി ജയകൃഷ്ണൻ അവരെ ക്ഷണിക്കുന്നു. ഈ സെക്ഷനിൽ പങ്കെടുത്ത PF മാത്യൂസ്, VS അനിൽകുമാർ, AP ശശിധരൻ എല്ലാവർക്കും സംഘാടന സമിതി പേരിൽ നന്ദി അർപ്പിക്കുന്നു.